മെൻഷൻ ചെയ്യാൻ ഇറക്കിക്കാനല്ലോ. ബഹുമാനപ്പെട്ട മന്ത്രി കുറെ കൂടി ഞാൻ വളരെ പോസിറ്റീവാണ് റിക്വസ്റ്റ് വെച്ചത്. അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ല പോസിറ്റീവായിട്ടല്ല, അദ്ദേഹം ഈ സമരത്തെ പൂർണ്ണമായി തള്ളിപ്പറയാണ് ചെയ്തത്. നേരത്തെ മന്ത്രിമാരെടുത്ത നിലപാട് അദ്ദേഹം കുറച്ചുകൂടി ഭാഷ മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഈ സമരത്തെ പൂർണ്ണമായി തള്ളിപ്പറയാണ് ചെയ്തത്. സാർ ഒറ്റ കാര്യം അദ്ദേഹം പറഞ്ഞു പറയാം, ഒറ്റ കാര്യം. ഒന്ന്, മറ്റ് സംസ്ഥാനങ്ങളുമായി ഇത് താരതമ്യപ്പെടുത്തരുത്. കാരണം കേരളത്തിലെ ആശാവർക്കർമാർ ചെയ്യുന്ന ജോലി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെയും ഒരു ആശാവർക്കർക്ക് ഇത്ര ജോലി ഭാരമില്ല. നമ്പർ വൺ അത് പറഞ്ഞാണ് സാർ എന്നെ സബ്മിഷനിൽ സാധാരണ അറിയാലോ, അങ്ങേക്കറിയാലോ, അങ്ങേക്കറിയാലോ സബ്മിഷനിൽ ഞാൻ വോക്കൗട്ട് ആണ്, ഞാൻ വോക്കൗട്ട് ചെയ്യുന്ന പ്രസംഗം നടത്തുവാണ്. അല്ലല്ല അങ്ങ് പറഞ്ഞോ. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഇവർക്ക് ട്രേഡ് യൂണിയനുകൾ ഇതിനെതിരാണ്. ട്രേഡ് യൂണിയനുകൾ ഈ സമരത്തോടൊപ്പം ഇല്ല. സാർ ഇതൊരു വേറെ യൂണിയനാണ് നടത്തുന്നത്. ഞങ്ങളുടെ ANTUC യൂണിയൻ എല്ലാ ജില്ലകളിലും ഇതേ ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും സമരം നടത്തിയിട്ടുണ്ട്. സാർ ഇതേ ട്രേഡ് യൂണിയൻ നേതാവ് തന്നെ 11 വർഷം മുമ്പ് ഇതേ സഭയിൽ വന്ന് സംസ്ഥാനത്തിന്റെ ഓണറേറിയം 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് 11 വർഷം മുമ്പ്. അപ്പൊ ഈ സമരം ന്യായമല്ല എന്ന നിലപാട് ശരിയല്ല. സാർ സമരം ന്യായമായ സമരമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്ന് ഞങ്ങളുടെ MP-മാർ ഞാൻ പറഞ്ഞു നേരത്തെ പാർലമെന്റിലും ആവശ്യപ്പെടുന്നുണ്ട്. സാർ ഈ സമരത്തെ തള്ളിപ്പറഞ്ഞ് സമരത്തിൽ ആൾ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ന്യായമായ ആവശ്യത്തിന് വേണ്ടി അവർ നടത്തുന്ന സമരത്തോടൊപ്പമാണ് ഞങ്ങൾ. ആശാ വർക്കർമാരുടെ സമരം ഉയർത്തി ഭരണപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയുമെന്നാണ് പ്രതിപക്ഷം കണക്കുകൂട്ടിയത്. പക്ഷേ MP രാജേഷിന്റെ മറുപടിയോടുകൂടി അത് തകർന്ന് തരിപ്പണമായി പോയി. വീണ്ടും അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനായിരുന്നു ശ്രമിച്ചത്. പക്ഷേ സ്പീക്കർ അനുമതി നൽകിയില്ല. അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് സബ്മിഷനായി വിഷയം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വളരെ വിശദമായി മന്ത്രി MP രാജേഷ് മറുപടി പറഞ്ഞു. ആ മറുപടിയോടുകൂടി സമരത്തിന്റെ കാറ്റ് തന്നെ പോകുന്ന അവസ്ഥ വന്നു. എന്തിനാണ് സമരം ചെയ്യുന്നത്, ആർക്കെതിരെയാണ് സമരം എന്നതിന് പോലും ഉത്തരം പറയാൻ കഴിയാതിരുന്ന പ്രതിപക്ഷത്തെയാണ് പിന്നീട് കണ്ടത്. MP രാജേഷിന് മറുപടി പറഞ്ഞുകൊണ്ട് വാക്കൌട്ട് പ്രസംഗം നടത്താൻ തയ്യാറായ പ്രതിപക്ഷ നേതാവിനെ VD സതീശനെ ഭരണപക്ഷം പ്രസംഗിക്കാൻ പോലും അനുവദിച്ചില്ല. അദ്ദേഹത്തിന് പ്രസംഗം പെട്ടെന്ന് നിർത്തി ഇറങ്ങിപ്പോക്ക് പ്രഖ്യാപിക്കേണ്ടി വന്ന അവസ്ഥ പോലും ഉണ്ടായി. അത്രമാത്രം മേൽക്കൈ ഭരണപക്ഷത്തിന് സഭയിൽ നേടാൻ കഴിഞ്ഞു. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നം, ആ പ്രശ്നത്തോടൊപ്പം പ്രതിപക്ഷാംഗങ്ങൾ നിൽക്കുന്നുണ്ട് എങ്കിലും ആത്മാർത്ഥതയില്ല എന്ന് പ്രതിപക്ഷ നേതാക്കളുടെ MLA-മാരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയ്ക്ക് അനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നത്, അതല്ലെങ്കിൽ കാര്യങ്ങൾ നീക്കുന്നത് എന്നത് ഇന്നത്തെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. VD സതീശന്റെ പ്രസംഗം അത് തടസ്സപ്പെടുത്തിയ ഭരണപക്ഷം, അതിൽ പ്രതിഷേധിച്ച് നടുത്തളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷം, ഈ ദൃശ്യങ്ങൾ ഒക്കെ നമുക്ക് കാണാം. അവസാനം വാക്കൌട്ട് നടത്തി രക്ഷപ്പെടുകയാണ് പ്രതിപക്ഷം ചെയ്തത് എന്നതുകൂടി നമുക്ക് കാണാം. മെൻഷൻ ചെയ്യാൻ ഇറക്കിക്കാനല്ലോ. ബഹുമാനപ്പെട്ട മന്ത്രി കുറെ കൂടി ഞാൻ വളരെ പോസിറ്റീവാണ് റിക്വസ്റ്റ് വെച്ചത്. അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ല പോസിറ്റീവായിട്ടല്ല, അദ്ദേഹം ഈ സമരത്തെ പൂർണ്ണമായി തള്ളിപ്പറയാണ് ചെയ്തത്. നേരത്തെ മന്ത്രിമാരെടുത്ത നിലപാട് അദ്ദേഹം കുറച്ചുകൂടി ഭാഷ മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഈ സമരത്തെ പൂർണ്ണമായി തള്ളിപ്പറയാണ് ചെയ്തത്. സാർ ഒറ്റ കാര്യം അദ്ദേഹം പറഞ്ഞു പറയാം, ഒറ്റ കാര്യം. ഒന്ന്, മറ്റ് സംസ്ഥാനങ്ങളുമായി ഇത് താരതമ്യപ്പെടുത്തരുത്. കാരണം കേരളത്തിലെ ആശാവർക്കർമാർ ചെയ്യുന്ന ജോലി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെയും ഒരു ആശാവർക്കർക്ക് ഇത്ര ജോലി ഭാരമില്ല. നമ്പർ വൺ അത് പറഞ്ഞാണ് സാർ എന്നെ സബ്മിഷനിൽ സാധാരണ അറിയാലോ, അങ്ങേക്കറിയാലോ, അദ്ദേഹം സംസാരിച്ചല്ലോ, അങ്ങേക്കറിയാലോ സബ്മിഷനിൽ ഞാൻ വോക്കൗട്ട് ആണ്, ഞാൻ വോക്കൗട്ട് ചെയ്യുന്ന പ്രസംഗം നടത്തുവാണ്. അല്ലല്ല അങ്ങ് പറഞ്ഞോ. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഇവർക്ക് ട്രേഡ് യൂണിയനുകൾ ഇതിനെതിരാണ്. ട്രേഡ് യൂണിയനുകൾ ഈ സമരത്തോടൊപ്പം ഇല്ല. സാർ ഇതൊരു വേറെ യൂണിയനാണ് നടത്തുന്നത്. ഞങ്ങളുടെ ANTUC യൂണിയൻ എല്ലാ ജില്ലകളിലും ഇതേ ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും സമരം നടത്തിയിട്ടുണ്ട്. സാർ ഇതേ ട്രേഡ് യൂണിയൻ നേതാവ് തന്നെ 11 വർഷം മുമ്പ് ഇതേ സഭയിൽ വന്ന് സംസ്ഥാനത്തിന്റെ ഓണറേറിയം
10,000 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് 11 വർഷം മുമ്പ്. അപ്പൊ ഈ സമരം ന്യായമല്ല എന്ന നിലപാട് ശരിയല്ല സാർ. സമരം ന്യായമായ സമരമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്ന് ഞങ്ങളുടെ എംപിമാർ, ഞാൻ പറഞ്ഞു നേരത്തെ, പാർലമെന്റിലും ആവശ്യപ്പെടുന്നുണ്ട് സാർ. ഈ സമരത്തെ തള്ളിപ്പറഞ്ഞ് സമരത്തിൽ ആള് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ന്യായമായ ആവശ്യത്തിന് വേണ്ടി അവർ നടത്തുന്ന സമരത്തോടൊപ്പമാണ് ഞങ്ങൾ അവരോടൊപ്പമാണ് സാർ. അതുകൊണ്ട് ഇപ്പോഴും നിഷേധാത്മകമായ അങ്ങ് കൺക്ലൂഡ് ചെയ്തോന്ന് പറഞ്ഞിട്ടുള്ളൂ. വിഷ്ണു അവിടെ പോയിരിക്കെ കൺക്ലൂഡ് ചെയ്തോന്ന് പറഞ്ഞിട്ടുള്ളൂ. കൺക്ലൂഡ് ചെയ്തോ അതേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങ് പറഞ്ഞോ. ഒന്ന് പ്ലീസ് അവിടെ പോയിരിക്കെ. അവിടെ മിനിസ്റ്റർ പ്ലീസ് പ്രതിപക്ഷം ഒന്ന് പറ അവരോട്. അങ്ങ് പറ അവരോട്. മൈക്ക് തരാം അങ്ങ് പറ അവരെടുത്ത്. ഒന്നങ്ങോട്ട് അവിടെ ഇരുത്തിക്ക്. മൈക്ക് തരാം നിങ്ങൾ ടീമിനെ അങ്ങോട്ട് തിരിച്ചു വിളിക്ക്. മൈക്ക് തരാം. അവിടെ ഇരിക്കുക. ഒന്ന് ടീമിനെ തിരിച്ചു വിളിക്കാം അങ്ങോട്ട്. മൈക്ക് തരാം. അവരിരുന്നു. അങ്ങ് ടീമിനെ തിരിച്ചു വിളിക്ക്. സീറ്റിലേക്ക് അയക്ക്. ശ്രീ മാത്യു പ്ലീസ് സീറ്റിലേക്ക്. ഞാൻ സാർ 2 മിനിറ്റാണ് ഞങ്ങൾക്ക്. ഞാൻ ഈ പ്രതിപക്ഷത്തിന് വേണ്ടി 2 മിനിറ്റ് ഇത് മെൻഷൻ ചെയ്ത് പോകാൻ പോലും ഈ സഭയിൽ അവസരമില്ലെങ്കിൽ ഈ സഭ എന്തിനാണ് സാർ കൂടുന്നത്? ഇത് 99 പേര് ബഹളം ഉണ്ടാക്കി ഞങ്ങളുടെ ശബ്ദം നിലപ്പിക്കാനാണോ? ഒരു കാര്യമല്ലേ പറയുന്നത്. 15 മിനിറ്റ് മന്ത്രി അദ്ദേഹം പറഞ്ഞോട്ടെ. 15 മിനിറ്റ് ഈ മന്ത്രി പറഞ്ഞപ്പോ ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നില്ലേ? മാത്രമല്ല ഐ വാസ് കൺക്ലൂഡിങ്. ഞങ്ങൾ പറയുന്നത് ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഈ സമരത്തോട് അതിനെ പരിഹസിക്കുകയും അവരെ പുച്ഛത്തോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ഭാഷ മാറ്റിയിട്ടുണ്ടെങ്കിലും ഇന്ന് അതേ സമീപനമാണ് ബഹുമാനപ്പെട്ട പാർലമെന്റ് കാര്യമന്ത്രി മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞത്. സാർ, ഈ സമരം ന്യായമായ ആവശ്യമാണ്. ഈ കാര്യത്തിന് സംസ്ഥാന സർക്കാർ ന്യായമായ പരിഹാരം ഉണ്ടാക്കണം. അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചല്ല വീണ്ടും ഈ സമരത്തെ പരിഹസിക്കാനും ഈ സമരത്തെ പുച്ഛിക്കാനും സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കാനും സർക്കാർ ഇറങ്ങി പുറപ്പെട്ടതിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൗട്ട് ചെയ്തു.